വരികയാണ് വരികയാണ് വരികയാണവൻ. ചരിത്രമുറങ്ങും നാലിക്കാട് ദേശത്തെ ആഘോഷത്തിൽ ആറാടിക്കുവാൻ അവതാരം കൊള്ളുകയാണവൻ. ഈ പാമ്പാടി രാജൻ ഇവിടെ എത്തുമ്പോൾ ഉള്ളൊരു വികാരം എന്താ? പാമ്പാടി രാജൻ എന്ന് പറഞ്ഞാൽ അത് മലയാളികളുടെ ഒരു മെയിൻ കേട്ട ആന എന്നൊരു സങ്കല്പത്തിൽ നമുക്ക് പെട്ടെന്ന് എപ്പോഴും ഓർമ്മ നിൽക്കും. നമസ്കാരം, VM പ്രതിവ് മീഡിയ വീണ്ടും സ്വാഗതം. ഗജരാജമാണിക്യം പാമ്പാടി രാജൻ്റെ ശ്രദ്ധേയമായ ഏറ്റവും പുതിയ വീഡിയോകളിലൊന്നാണിത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ആനിക്കാട് കിഴക്കടമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പാമ്പാടി രാജൻ എത്തിയപ്പോഴുള്ള നിമിഷങ്ങൾ. ഭക്ഷണകാര്യത്തിൽ ഗജരാജാവ് എന്നും മുൻപന്തിയിലാണ്. എവിടെ ഭക്ഷണം നൽകിയാലും അത് തനിക്ക് ആദ്യം ലഭിക്കണം എന്നതാണ് രാജൻ്റെ കാഴ്ചപ്പാട്. രാജന് ഭക്ഷണം ഒരുക്കി നൽകുന്നതിനാൽ എഴുന്നള്ളിപ്പിനിടെ പാപ്പാന്മാർ അത് നൽകുവാൻ അല്പം വൈകി. പിന്നീട് നടന്നത് രാജനെ ഇഷ്ടപ്പെടുന്നവർ കാണേണ്ട കാഴ്ച തന്നെയാണ്. താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി VM പ്രതിവ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗജരാജ പ്രജാപതിയുടെ 200-ൽ പരം വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ്. 2024 നവംബർ 19 ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെയാണ് തൃശ്ശൂരിൽ നിന്നും രാജനുമായി പാപ്പാന്മാരായ സതീഷും മനോജും രതീഷും എത്തിയത്. ആനക്കൊട്ടിലിൽ രാജന് വിശ്രമം നൽകുമ്പോഴാണ് ഞങ്ങളെത്തിയത്. രാജനെ ക്ഷേത്രത്തിൽ കൊണ്ടുവരിക എന്നത് ക്ഷേത്രം ഉപദേശക സമിതിയുടെ ഭാരവാഹികളുടെയും വർഷങ്ങൾ നീണ്ട വലിയ ആഗ്രഹമായിരുന്നു. യുവാക്കളുടെയും ഭക്തജനങ്ങളുടെയും കൂട്ടായ്മയിൽ ആ ആഗ്രഹം പൂർത്തീകരിക്കുകയായിരുന്നു. ഈ പാമ്പാടി രാജൻ ഇവിടെ എത്തുമ്പോൾ ഉള്ളൊരു വികാരം എന്താ? പാമ്പാടി രാജൻ എന്ന് പറഞ്ഞാൽ അത് മലയാളികളുടെ ഒരു മെയിൻ കേട്ട ആന എന്നൊരു സങ്കല്പത്തിൽ നമുക്ക് പെട്ടെന്ന് എപ്പോഴും ഓർമ്മ നിൽക്കുന്ന ആനകൾ. ഇത് ഈരാറ്റുപേട്ട അയ്യപ്പൻ നാടൻ ആനകളോട് ഒരു പ്രത്യേക ഇതുണ്ടല്ലോ. ഒരാനയും മോശമല്ല, എല്ലാ ആനകളും നല്ലതാണ്. അല്ല, ഇവിടെ രാജനെ കൊണ്ടുവരുന്നുണ്ട്. ഇവിടുത്തെ ഒരു ആഗ്രഹമായിരുന്നു. രാജനെ ഇവരുടെ ഒരു ആഗ്രഹമാണ് ആയിരുന്നു. നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ്. കിഴക്കടമ്പ് വാഴുന്ന ശ്രീ മഹാദേവന്റെ വൃശ്ചിക തിരുവാതിര മഹോത്സവത്തിന് നാടും ജനതയും സാക്ഷ്യം വഹിക്കുമ്പോൾ ഭഗവാന്റെ തിടമ്പേറ്റിക്കൊണ്ട് ശ്രീബലി നയിക്കുവാൻ വരികയാണ് വരികയാണ് വരികയാണവൻ. ചരിത്രമുറങ്ങും നാലിക്കാട് ദേശത്തെ ആഘോഷത്തിൽ ആറാടിക്കുവാൻ അവതാരം കൊള്ളുകയാണവൻ. പേരും പെരുമയും നിറഞ്ഞ നാളുകളിലേക്ക് ചൈത്രയാത്ര തുടങ്ങിയ കോട്ടയത്തിന്റെ നാഥൻ കോടി കോടി സൂര്യപ്രഭയ്ക്ക് വരെ പകരം വയ്ക്കുവാൻ ഗജരാജ മഹിമയുടെ നാട് മലയാളത്തിന് കാണിച്ചു കൊടുത്തവൻ. അറിയാത്ത മാനസങ്ങളും പറയാത്ത നാമങ്ങളും ഭൂമിയില്ലാത്ത അഴകിന്റെ പെരുമാൾ സാക്ഷാൽ ഗജരാജ ലക്ഷണം പെരുമാൾ. ഈ ഭഗവൻ
വീട്ടിലോട്ട് വരുമോ സൈസേ? വീട്ടിലോട്ട് വരുമോ? നേരെ പോവും. തിരുവാതിരോത്സവത്തിന് നാടും ജനതയും സാക്ഷ്യം വഹിക്കുമ്പോൾ ഭഗവാന്റെ ഇടം വെട്ടിക്കൊണ്ട് സ്ത്രീകളെ നയിക്കുവാൻ ഞാൻ വിളിച്ചായിരുന്നു. ശ്രീ ഫോർ എലിഫന്റ് ചാനലിൻ്റെ പ്രൊഡ്യൂസറായ ശ്രീകുമാർ അരിക്കുറ്റിയും ആനകളുടെ വിശേഷങ്ങളും ഉത്സവവും കവർ ചെയ്യുന്നതിനായി എത്തിയിരുന്നു.
രണ്ടുപേരും നമ്മൾ കേരളത്തിലോട് കൊണ്ടുവരുന്നു. ഞാൻ അന്വേഷിക്കുന്നുണ്ട്. രാജൻ തിടമ്പേറ്റി മറ്റ് കരിവീരന്മാർക്കൊപ്പം എത്തിയപ്പോൾ വലത്തെ കൂട്ടായ ഈരാറ്റുപേട്ട അയ്യപ്പൻ തീറ്റ തിന്നുന്ന കാഴ്ചയാണ് കണ്ടത്. തുമ്പിയൊന്ന് വലത്തോട്ട് നീട്ടിയെങ്കിലും രാജൻ്റെ നീക്കം മനസ്സിലാക്കി അയ്യപ്പൻ തീറ്റ വേഗത്തിലാക്കി. അയ്യപ്പന് മാത്രമല്ലേ തീറ്റ ലഭിച്ചുള്ളൂ, മറ്റാനകൾക്ക് ഇനിയും ലഭിക്കാനുണ്ടല്ലോ എന്ന് രാജൻ ആശ്വസിച്ചിരിക്കുമ്പോഴാണ് മറ്റാനകൾക്കും തീറ്റ ലഭിക്കുന്നത്. ഇടത്തെ കൂട്ടായ കാഞ്ഞിരക്കാട്ട് ശേഖരനും തീറ്റ ലഭിച്ചു. അവിടെയും തുമ്പിയൊന്ന് നീട്ടിയെങ്കിലും ശേഖരൻ മൈൻഡ് ചെയ്യാതെ തീറ്റ തുടർന്നു. പക്ഷെ രണ്ടാമത് ശേഖരന് തീറ്റ നൽകിയപ്പോൾ പാപ്പാൻ ഒരു കാര്യം ചെയ്തു. ഒരു പിടി കോതപ്പുല്ലെടുത്ത് രാജന് കൊടുത്തു. ഏറ്റവും നന്മ നിറഞ്ഞ കാഴ്ചകളിൽ ഒന്ന് തന്നെയായിരുന്നു ഇത്. ഗജവീരൻ്റെ ഹൃദയം മനസ്സിലാക്കിയുള്ള ഒരു പാപ്പാൻ്റെ ഇടപെടൽ. രാജന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം പനമ്പട്ടയാണ് ഇപ്പോൾ കൂടുതൽ നൽകുന്നത്. പനമ്പട്ട എഴുന്നള്ളിപ്പിന് നിൽക്കുന്നതിനാൽ ഇല ഒരുക്കി നൽകുന്നത് കൊണ്ടാണ് നൽകുവാൻ താമസിച്ചത്. രതീഷ് പനമ്പട്ട കൊണ്ടുവരുന്നതുവരെ ഇടത്തോട്ടും വലത്തോട്ടും മാറി മാറിയുള്ള രാജൻ്റെ നോട്ടം. ഗജരാജാവിൻ്റെ ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. നമസ്കാരം.